ഗും രാവയതി ഇതി ഗുരു. ഗു ശബ്ദം കൊണ്ട് അന്ധകാരമാണ് അർത്ഥമാക്കുന്നത്, ഇരുട്ട്, അജ്ഞാനം, അവിദ്യ. തം അതിനെ രാവയതി നീക്കുന്നു, ദൂരീകരോതി എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു ശബ്ദം അടിസ്ഥാനമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഇരുട്ടിനെ നീക്കുന്നവൻ, അജ്ഞാനത്തെ നീക്കുന്നവൻ. അജ്ഞാനത്തെ നീക്കുക എന്ന് പറയുമ്പോൾ ജ്ഞാനപ്രകാശത്തെ പ്രദാനം ചെയ്യുന്നവൻ. ഇനി ഗൃ വ്യക്തായാം വാചി എന്നൊരു ധാതുവുണ്ട്. ആ ധാതുവിൽ നിന്ന് നമുക്ക് ഗുരു ശബ്ദം നിഷ്പന്നാക്കാം. അങ്ങനെ വരുമ്പോൾ വ്യക്തമായി പറയുന്നവനാണ് ഗുരു. എന്താ വ്യക്തമായി പറയുക എന്ന് പറഞ്ഞാൽ സംശയരഹിതമായി, അതായത് സ്വന്തം അനുഭവത്തിൽ നിന്ന്. അനുഭവത്തിൽ പിന്നെ സംശയമില്ല. ഇപ്പോൾ സ്വാനുഭൂതിയുടെ നിറവിലിരുന്നു കൊണ്ട് സംശയരഹിതമായ ഭാഷയിൽ പറയുന്നവനാരോ അവൻ ഗുരു. അപ്പോൾ ഈ രണ്ട് സംജ്ഞകളെ നമുക്ക് ചേർത്ത് പറഞ്ഞാൽ വ്യക്തമായി ഉപദേശിക്കുന്നതിലൂടെ അജ്ഞാനത്തെ നീക്കുന്നവൻ എന്ന് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം. ഇപ്പോൾ ഗുരുവെ ശിഷ്യൻ കണ്ടെത്തുകയാണോ അഥവാ ശിഷ്യനെ ഗുരു കണ്ടെത്തുകയാണോ, രണ്ടും ഏകകാലത്തിൽ സംഭവിക്കുന്നതാണ്. ഗുരുവെ തേടിയുള്ള ശിഷ്യൻ്റെ യാത്ര, വാസ്തവത്തിൽ അവിടെ ശിഷ്യൻ്റെ എന്ന് പറയേണ്ട ആവശ്യമില്ല, ജിജ്ഞാസുവിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ മതി. കാരണം ഗുരുവെ പ്രാപിക്കുമ്പോഴാണ് ജിജ്ഞാസുവിൽ ശിഷ്യഭാവം വരുന്നത്. ശിഷ്യനെ സ്വീകരിക്കുമ്പോഴാണ് വ്യക്തിയിൽ ഗുരുഭാവം വരുന്നത്.